ഇന്ത്യൻ റെയിൽവേ സമാനതകളില്ലാത്ത സാമ്പത്തിക കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേയുടെ വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരിക ടിക്കറ്റ് ചാർജും ചരക്ക് നീക്കവുമാണ്. എന്നാൽ റെയിൽവേയുടെ ഖജനാവിലേക്ക് കോടികൾ ഒഴുകിയെത്തുന്ന മറ്റൊരു വഴിയുണ്ട്: ആക്രി കച്ചവടം. വെറും ആക്രി വിറ്റ് മാത്രം 2025-26 സാമ്പത്തിക വർഷത്തിൽ റെയിൽവേ സമ്പാദിച്ചത് 6813 കോടി രൂപയാണ്. മുൻ വർഷത്തെ കണക്കുകളെ കടത്തിവെട്ടുന്ന ഈ വമ്പൻ കുതിപ്പിന് പിന്നിലെ കഥ എന്താണ്? എങ്ങനെയാണ് ആക്രി കച്ചവടം റെയിൽവേയുടെ വികസന കുതിപ്പിന് കരുത്താകുന്നത്? നമുക്ക് നോക്കാം. കൃത്യമായ പ്ലാനിങ്ങിലൂടെയും സുതാര്യമായ നടപടികളിലൂടെയുമാണ് റെയിൽവേ ഈ നേട്ടം നേടിയത്. ഈ വിജയത്തിന് പിന്നിലെ പ്രധാന കരുത്ത് മിഷൻ സീറോ സ്ക്രാപ്പ് എന്ന കർശനമായ നയമാണ്. റെയിൽവേയുടെ വിവിധ മേഖലകളിൽ കെട്ടിക്കിടക്കുന്ന പഴയ റെയിൽ പാളങ്ങൾ, കാലപ്പഴക്കം ചെന്ന കോച്ചുകൾ, വാഗണുകൾ, ഇനിയും ഉപയോഗിക്കാൻ കഴിയാത്ത എഞ്ചിനുകൾ എന്നിവയെല്ലാം കൃത്യസമയത്ത് കണ്ടെത്തി വിറ്റഴിക്കാൻ റെയിൽവേക്ക് സാധിച്ചു. പണ്ട് ഇത്തരത്തിലുള്ള വിൽപ്പനകളിൽ വലിയ തോതിൽ അഴിമതിയും ഇടനിലക്കാരുടെ ഇടപെടലുകളും ആരോപിക്കപ്പെട്ടിരുന്നു. എങ്കിൽ ഇന്ന് IREPS എന്ന ഈ ലേലം പോർട്ടലിലൂടെ കാര്യങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലായി മാറി. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവർക്കും ഈ ലേലത്തിൽ പങ്കുചേരാമെന്നതും ഏറ്റവും ഉയർന്ന തുക നൽകുന്നവർക്ക് സുതാര്യമായി സ്ക്രാപ്പ് നൽകുന്നു എന്നതും റെയിൽവേയുടെ വരുമാനം കുത്തനെ ഉയർത്തി. ചുരുക്കത്തിൽ, പഴയ സാധനങ്ങൾ കൃത്യസമയത്ത് ഒഴിവാക്കുന്നതിലൂടെ യാർഡുകൾ വൃത്തിയാക്കുക മാത്രമല്ല, റെയിൽവേക്ക് വലിയൊരു സാമ്പത്തിക സ്രോതസ് കൂടിയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. ആസ്തികൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച ഈ വിജയം മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കാവുന്നതാണ്. ഇതൊരു വരുമാന മാർഗം മാത്രമല്ല, പരിസ്ഥിതി സൗഹൃദമായ ഒരു ചുവടുവെപ്പ് കൂടിയാണ്. ഉപയോഗശൂന്യമായ ഇരുമ്പും മറ്റ് ലോഹങ്ങളും പുനരുപയോഗത്തിനായി വിപണിയിൽ എത്തുന്നതോടെ പുതിയ ലോഹങ്ങൾ ഖനനം ചെയ്തെടുക്കേണ്ടി വരുന്ന ഊർജവും അധ്വാനവും വലിയ തോതിൽ കുറയുന്നു. മാലിന്യങ്ങളെ സമ്പത്താക്കി മാറ്റുന്ന വേസ്റ്റ് ടു വെൽത്ത് എന്ന ആധുനിക ആശയത്തിന്റെ മികച്ച ഉദാഹരണമാണിത്. ദശാബ്ദങ്ങളോളം ഇന്ത്യൻ ട്രാക്കുകളിൽ ഓടിയിരുന്ന പഴയ ഡീസൽ എഞ്ചിനുകളും നീല കോച്ചുകളും അവയുടെ സേവനത്തിന് ശേഷം വികസനത്തിനായുള്ള ഇന്ധനമായി മാറുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. റെയിൽവേയുടെ നവീകരണ പാതയിൽ പഴയ ഓർമ്മകൾ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി വഴിമാറുകയാണ്. വെറും ഇരുമ്പ് കഷ്ണങ്ങൾ മാത്രമല്ല ഈ വരുമാനത്തിൽ ഉൾപ്പെടുന്നത്. ചെമ്പ് കമ്പികൾ, അലൂമിനിയം ഭാഗങ്ങൾ, പഴയ യന്ത്രങ്ങൾ എന്നിവയ്ക്കെല്ലാം വിപണിയിൽ ലഭിച്ച ഉയർന്ന വില റെയിൽവേക്ക് ഗുണമായി. ഇങ്ങനെ ലഭിക്കുന്ന ഈ 6800 കോടിയിലധികം രൂപ റെയിൽവേയുടെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുന്നത്. പ്രത്യേകിച്ച് പഴയ ട്രാക്കുകൾ മാറ്റി സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്ദേ ഭാരത് പോലുള്ള ആധുനിക ട്രെയിനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഈ തുക വലിയ കൈത്താങ്ങാകും. യാർഡുകളിൽ കെട്ടിക്കിടക്കുന്ന ആക്രികൾ ഒഴിഞ്ഞതോടെ പുതിയ ട്രെയിനുകൾ കൈകാര്യം ചെയ്യാനുള്ള കൂടുതൽ സ്ഥല സൗകര്യവും റെയിൽവേക്ക് ലഭിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ, പഴയ പാഴ്വസ്തുക്കൾ വികസനത്തിന്റെ പുതിയ പാളങ്ങളായി മാറുന്ന ഒരു സർക്കുലർ എക്കോണമിക്കാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ന് നേതൃത്വം നൽകുന്നത്.